ഹായ്. കഴിഞ്ഞ ദിവസം ഞാൻ ഫാഷൻ്റെ ഇതിനെ പറ്റിയിട്ടൊരു നിർവചനം, അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫാഷൻ എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ നിർവചനം എന്നൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫാഷൻ്റെ തരംഗം, അഥവാ ഫാഷൻ സൈക്കിൾ, പോപ്പുലാരിറ്റി കർവ് ഓഫ് ഫാഷൻ. അതായത് ഫാഷൻ ഒരു ഡിസൈൻ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് അതൊരു 4 സ്റ്റേജിൽ കൂടിയിട്ടാണ് അത് കടന്നു പോകുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ അത് എങ്ങനെയൊക്കെയാണെന്നും അതിൻ്റെ എന്തെല്ലാം സ്റ്റേജിൽ കൂടിയാണ് അത് കടന്നു പോകുന്നതെന്നും ഒക്കെയുള്ള ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. അറിയാൻ ആഗ്രഹമുള്ളവർ എൻ്റെ കൂടെ വന്നോളൂ കേട്ടോ. അപ്പം നമുക്ക് ഫാഷൻ സൈക്കിള് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിന്നാണ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പുതിയ ഡിസൈൻ മാർക്കറ്റിൽ പരിചയപ്പെടുത്തുമ്പോൾ അതിന് വില കൂടുതലായിരിക്കും. അധിക വില കൊടുത്ത് വാങ്ങാൻ വളരെ കുറച്ച് പേർ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഡിസൈനിനെ പറ്റി കസ്റ്റമേഴ്സ് അവെയർ ആവും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ഡിസൈൻ പോപ്പുലർ ആവാൻ തുടങ്ങും. ആ സമയം ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് ആദ്യത്തേനേക്കാളും പ്രൈസ് വാല്യൂ കുറവായിരിക്കും. അപ്പോൾ കുറയുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ആ ഡിസൈൻ്റെ റേസിംഗ് പീരീഡ് ആവുന്നത്. ആ സമയത്ത് കൂടുതൽ കസ്റ്റമേഴ്സ് അത് വാങ്ങാൻ ശ്രമിക്കും. ആവശ്യക്കാർ കൂടുതലും അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ആ സാധനത്തിന് ഡിമാൻഡ് കൂടും. ഇതാണ് ഫാഷൻ പീക്ക് ടൈം. പിന്നീട് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ പ്രൊഡക്ഷൻ കൂടും. പക്ഷേ അപ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരുവിധം അതിനോട് മടുപ്പ് തുടങ്ങും. ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സും അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രൊഡക്ഷൻ കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന സമയത്ത്, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം കുറയുകയും ചെയ്യുന്ന സമയത്ത് ആ സാധനം അതിൻ്റെ പോപ്പുലാരിറ്റി മാർക്കറ്റിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സ്റ്റേജ് ഔട്ട് ഓഫ് ഫാഷൻ ആവും. പിന്നെ ഇത് ഒരു ഡിസൈനിന് ജനങ്ങൾക്ക് ആ ഡിസൈനിനോട് ബോറടിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ല. അത് ഡിക്ലൈൻ സ്റ്റേജ് ആവുന്നത് അതിൻ്റെ. പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് റിജക്റ്റ് ആയിപ്പോവും. ആ റിജക്റ്റിംഗ് പീരീഡിൽ ഫൈനൽ സ്റ്റേജ് ആവുന്നത്, ഫാഷൻ സൈക്കിളിൻ്റെ ഫൈനൽ സ്റ്റേജ് ആവുന്ന റിജക്ഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് കിട്ടാനേ ഉണ്ടാവില്ല. അത് തീരെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ടാവും. ഇതാണ് ഫാഷൻ്റെ സൈക്കിൾ. ഇങ്ങനെയാണ് ഒരു ഡിസൈൻ ഉണ്ടാകുകയും തുടക്കം മുതൽ ഒടുക്കം വരെ അതിൻ്റെ സൈക്കിള് ഇതേപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ്.